ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. വൃശ്ചിക പുലരിക്ക് ശേഷം ഈ വൃശ്ചിക ദിവസങ്ങളിൽ ശബരിമല ഭക്തിസാന്ദ്രവുമാണ്. ശബരിമലയിലെ ഭക്തജനത്തിരക്കിൽ നേരിയ കുറവ് ഇന്നലെ രാത്രിയും ഇന്നും അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ 65,000 പേരാണ് മല ചവിട്ടിയത്. ഇന്ന് ആദ്യ മണിക്കൂറുകളിൽ 17,000 തീർത്ഥാടകരെത്തിയിട്ടുണ്ട്. സജീവ് സി വാര്യർ അവിടെ തയ്യാറാണ് സന്നിധാനത്ത് 18-ാം പടിക്ക് സമീപം. സജീവ് സാർ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ തൊട്ടുപുറകിൽ വലിയ തിരക്ക് കാണുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്കുണ്ടായിരുന്നു, ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ തീർത്ഥാടകരൊക്കെ പൊതുവെ തൃപ്തരായിരുന്നു, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു മണ്ഡലകാലം എന്ന് ഇതുവരെ വിലയിരുത്തലുണ്ട്. കാരണം സർക്കാർ ഇത്തവണ കുറച്ചുകൂടി കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് മനസ്സിലാകുന്നത്. അപ്പവും അരവണയും മറ്റും കൃത്യമായ സ്റ്റോക്കുണ്ട്. 80,000 തീർത്ഥാടകരെ ഒരു ദിവസം പ്രവേശിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞതിൽ നിന്ന് പിന്മാറി എല്ലാവരെയും എത്തിക്കും, എല്ലാവരെയും അയ്യനെ ദർശിപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കുമെന്ന് പറഞ്ഞത് ഇതുവരെ അത് അങ്ങനെ തന്നെയാണ് എന്ന് കരുതാം, അല്ലേ? വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ മണ്ഡലകാലത്തിന് ശേഷം അന്നത്തെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് അതിന് പിന്നാലെ തന്നെ ഒരുക്കങ്ങളുടെ തുടക്കമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ അതായത് നമ്മുടെ നട തുറക്കുന്നതിന് തലേ ദിവസം വരെ അവലോകന യോഗങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം 1-ാം തീയതിയും അവലോകന യോഗം നടന്നു. ആ തരത്തിൽ ഒരു ഏകോപനം സാധ്യമായിരുന്നു, വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമായിരുന്നു. ഇതെല്ലാം തന്നെയാണ് സുഗമമായ ദർശനത്തിനുള്ള സാഹചര്യം ശബരിമലയിൽ ഒരുക്കിയത്. വെർച്വൽ ക്യൂ 3 ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അവിടെയെല്ലാം തന്നെ സൗകര്യപ്രദമായി താമസിക്കാൻ, അതായത് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ, ജർമ്മൻ പന്തൽ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ഈ തരത്തിൽ തീർത്ഥാടകർക്ക് വേണ്ട ആവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ ഒരുക്കിയ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ തിരക്ക് കൂടുതലായിരുന്നു. ശനിയാഴ്ച പ്രത്യേകിച്ചും ഞായറാഴ്ച ഉച്ചയോടുകൂടി, അതായത് ഇന്നലെ ഉച്ചയോടുകൂടി തിരക്കിൽ നേരിയൊരു ശമനം ഉണ്ടായി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ആളുകൾ എത്തിയില്ല. 45,000-ലേറെ പേർ ഉച്ചവരെ എത്തിയിരുന്നെങ്കിൽ ഇന്നലെ രാത്രി 12 മണിയോടെ പമ്പയിൽ നിന്ന് കടന്നു വന്നത് 65,000-ഓളം തീർത്ഥാടകരാണ്. ഇന്ന് പക്ഷേ അതിനുശേഷം ദർശനം, അതായത് 18-ാം പടി ചവിട്ടാതെ ഇരുന്ന്, അതായത് ശബരിമലയിൽ എത്തുകയും ദർശനം നടത്താതിരിക്കുകയും ചെയ്ത് ഇന്നലെ തങ്ങിയിരുന്ന 3,000 തീർത്ഥാടകർ ഇന്ന് രാവിലെ ദർശനം നടത്തി. അതിനുശേഷം 17,000 പേർ മുംബൈയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതിലേകദേശം പകുതിയിലേറെ പേർ ഇപ്പോൾ ദർശനം നടത്തിക്കഴിഞ്ഞു എന്നാണ് കാണുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കൂടുതൽ കുട്ടികൾ ഇത്തവണ ആദ്യഘട്ടത്തിൽ തന്നെ ദർശനത്തിന്, അതായത് അയ്യപ്പൻ മാളികപ്പുറങ്ങളും മണികണ്ഠന്മാരും കൂടുതൽ ഉള്ള ഒരു മണ്ഡല കാലമാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്യൂ കോംപ്ലക്സിൽ നോക്കിയാൽ നോർമലായിട്ടുള്ളൊരു തിരക്കാണ്. അതായത് സൗകര്യപ്രദമായ രീതിയിൽ ആളുകൾക്ക് കടന്നു പോകാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആരും തന്നെ ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ കാനനപാത വഴി വരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. 400-500 ഇടയിലുള്ള ആളുകളാണ് ആ വഴിയിൽ എത്തുന്നത്. ഇപ്പോൾ കാണുന്നത് പോലെ തീർത്ഥാടകരായി എത്തുന്നതിൽ കൂടുതൽ പേരും മലയാളികളാണ് എന്നാണ് ഇന്നലെ വരെ മനസ്സിലാക്കാൻ സാധിച്ചത്. തീർത്ഥാടകരോട് നമുക്ക് അവരുടെ സാഹചര്യം ചോദിക്കാം. निश्चल किधर से आ गए? कर्नाटका से आया है. कर्नाटका से शबरीमला. कैसे? अभी ये बार बहुत अच्छा है, बहुत भीड़ नहीं है. ये बार बहुत दर्शन हो गया है. अच्छा शबरीमला अगले साल से ये साल बहुत अच्छा है. पंबा से इधर बहुत कैसा भीड़ नहीं है, आराम से आया है, क्या दिक्कत नहीं. തീർത്ഥാടകർ പറയുന്നത് അത് തന്നെയാണ്. നല്ല രീതിയിൽ വരാൻ സാധിക്കുന്നു, അതായത് സുഗമമായ രീതിയിൽ കടന്നു വരാൻ കഴിയുന്നു എന്നാണ് അവർ പറയുന്നത്. ആ തരത്തിൽ ഉള്ളൊരു ദർശനത്തിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം പ്രത്യേകിച്ചും സുരക്ഷയുടെ കാര്യത്തിലും ഒപ്പം തീർത്ഥാടകരെ സഹായിക്കുന്ന കാര്യത്തിലും പോലീസ് വലിയ തോതിലുള്ള
ബദ്ധശ്രദ്ധരായി ഇത്തവണയുണ്ട്. DGPയുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ യോഗം ചേർന്നപ്പോൾ DGP പ്രത്യേകിച്ച് പറഞ്ഞത് മാനുഷിക പരിഗണനയോടുകൂടി തീർത്ഥാടകരെ സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി, അല്ലാതെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് മാത്രമല്ല, സമയക്രമം പാലിക്കുക എന്നത് മാത്രമല്ല, അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ തൊഴാനും തിരിച്ചു പോകാനുമുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രവർത്തനമായിരിക്കണം പോലീസിന്റെ നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ അത്തരത്തിൽ പ്രവർത്തനം കാഴ്ചവെച്ച പോലീസുകാരുടെ എണ്ണം ഇക്കുറി കൂടിയിട്ടുണ്ട്. കാരണം നേരത്തെ പരിചയമുള്ള ശബരിമലയിൽ മണ്ഡലകാലത്ത് സുരക്ഷ, അതുപോലെ തീർത്ഥാടകരെ 18-ാം പടി കയറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വേണ്ട രീതിയിൽ പരിചയം സമ്പന്നരായ പോലീസുകാരുടെ എണ്ണം ഇക്കുറി വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ തവണ പരിചയസമ്പന്നരായ പോലീസുകാരുടെ എണ്ണം കുറവായിരുന്നു എന്നതായിരുന്നു ഒരു ആക്ഷേപം. അതുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നും പറയുകയുണ്ടായി. ഏതായാലും ഇക്കുറിയും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള ദർശനത്തിനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയത്. രാവിലെ മുതൽ തന്നെ ദർശന സമയം കൂട്ടി എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. 18 മണിക്കൂർ ദർശനത്തിന് സമയമുണ്ട്. പിന്നീട് നേരത്തെ തന്നെ സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നതുകൊണ്ടാകണം സ്പോട്ട് ബുക്കിംഗിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവുണ്ട്. 3000-4000-ഓളം പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ഓരോ ദിവസവും വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി അത്തരത്തിൽ ആളുകൾ എത്തുന്നുള്ളൂ. 10,000 സ്പോട്ട് ബുക്കിംഗ് എന്നത് ഇതുവരെ കവർ ചെയ്ത് പോയിട്ടില്ല. എന്നാൽ 70,000-ഓളം சேலம் இப்ப 48வது வருஷம் வந்திருக்கும். 48வது வருஷம் இது வந்திருக்கிறேன் ஐயாயிரம் பாக்குறதுக்கு. இந்த வாட்டி எப்படி இருந்தது? இந்த வாட்டி நல்லா இருக்கு. எல்லா வசதியும் நல்லா செஞ்சு கொடுத்திருக்காங்க. போலீஸ்காரர் நமக்கு சிறப்பா ஒத்துழைப்பு கொடுக்கறாங்க. ஆண்டவன் அருள்ல எல்லாரும் நல்லா வச்சிட்டு இருக்கணும்னு ஆண்டவன் எனக்கு வேண்டிக்கிறோம். ரொம்ப நல்லா இருக்கு. பம்பையில எல்லா வசதியும் பண்ணி கொடுத்திருக்காங்க. ரொம்ப நல்லா இருக்கு. ரொம்ப நல்ல ஒத்துழைப்பு கொடுக்கறாங்க போலீஸ். நமக்கு ஏதாவது வேணும்னா வந்து டக்கு டக்குன்னு சொல்றாங்க. ரொம்ப சந்தோஷமா இருக்கு. இப்போ 18-ஆம் படி அதுதான் கொஞ்சம் கூட்டம் அதிகமா இருக்கு. 18ஆம் படி ஏறும்போது ரொம்ப சிரமமா இருக்கு. வயசானவங்களுக்கு, எனக்கு 70 வயசு ஆயிடுச்சு. படி ஏறும்போது கொஞ்சம் சிரமமா இருக்கு, அவ்வளவுதான். இல்ல, அவங்க தான் ஹெல்ப் பண்ணி தான் மேல ஏற்றி விட்டாங்க. கூட்டத்தை தள்ளிட்டு போறது போலீஸ் தான் எனக்கு ஹெல்ப் பண்ணி மேல விட்டாங்க. அவங்கள போலீஸ் மேல கொண்டு வந்துடுறாங்க. ரொம்ப திருப்தியா இருக்கு இந்த வாட்டி. பாதுகாப்பு ஏற்பாட்டுல இருந்து எல்லாமே வந்து போலீஸோடது, கோயில் நிர்வாகம், உங்களோட எல்லாம் ஒத்துழைப்பு ரொம்ப நல்லா இருக்கு. ரொம்ப சந்தோஷமா இருக்கு. இப்போ ரொம்ப நன்றி. ഇതുതന്നെയാണ് രഞ്ജിത്ത് തീർത്ഥാടകരെ പൊതുവെയുള്ള പ്രതികരണം. ഇന്നലെയും എല്ലാം തന്നെ അത്തരത്തിൽ നല്ല സന്തോഷമാണ് ഞങ്ങൾക്ക് ഈ ഇക്കുറി തീർത്ഥാടനത്തിനെത്തുമ്പോൾ എന്നാണ് തീർത്ഥാടകർ പറയുന്നത്. അത് വിവിധ ഭാഷക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരേപോലെയുള്ള പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. എല്ലാ സ്ഥലത്തും സൗകര്യപ്രദമായ രീതിയിൽ വിശ്രമിക്കാൻ, അതുപോലെ കടന്നു വരാൻ, 18-ആം പടി കടക്കാൻ എല്ലാം തന്നെ സൗകര്യപ്രദമായ രീതിയിൽ തൊഴാൻ എല്ലാം തന്നെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന ഒരു പ്രതികരണമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വളരെ സുഗമമായ രീതിയിലുള്ള ദർശനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയാം. തീർച്ചയായും അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് സർക്കാരിന് ഇത്തവണ സുഗമമായി കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പുതിയ ദേവസ്വം പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് അധികാരത്തിൽ വന്ന വർഷം കൂടിയാണ്. അവർ കാലേകൂട്ടി ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി. സർക്കാരിന്റെ പിന്തുണയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുവരെ പരാതികളില്ലാത്ത ഒരു മണ്ഡലകാലമാണ്. ഇന്നിപ്പോൾ 3-ാം ദിവസമാണ്. പരാതികളില്ലാത്ത ഒരു മണ്ഡലകാലമാണ് എന്ന് മനസ്സിലാക്കണം. സജീവ് സി വാര്യരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വർഷം മുഴുവൻ